ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്താണ് ബിജെപിയിൽ സംഭവിക്കുന്നത് എന്നത് കൂടി നോക്കാം. ഈ സംഭവത്തിൽ ഛത്തീസ്ഗഡ് സർക്കാരിനെ കാര്യങ്ങൾ വിശദീകരിക്കും എന്നതാണ്, മനസ്സിലാക്കി കൊടുക്കും എന്നതാണ് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞത്. ഈ കന്യാസ്ത്രീകൾ ഈ ആരോപിക്കപ്പെടുന്ന തെറ്റുകൾ ചെയ്തിട്ടില്ല എന്നതും അദ്ദേഹം സൂചിപ്പിച്ചിരുന്നു. എന്നാൽ ഈ ബിജെപി നേതൃത്വത്തെ പൂർണ്ണമായും തള്ളുകയാണ് പരിവാർ സംഘടനകൾ. അവർ രംഗത്ത് പ്രത്യക്ഷമായി തന്നെ പരസ്യമായി തന്നെ ബിജെപി അധ്യക്ഷനെതിരെ രംഗത്ത് വരുന്നത് കൂടി നമ്മൾ കണ്ടു. ഈ ക്രൈസ്തവ സമൂഹവുമായി ബിജെപി അടുക്കുന്നു എന്ന തരത്തിൽ ഉള്ള വാർത്തകൾ ഉണ്ടായിരുന്നു. അവർ അതിനുവേണ്ടിയുള്ള ബോധപൂർവമായ ശ്രമങ്ങളും തുടങ്ങിയിരുന്നതാണ്. ഈ ഘട്ടത്തിൽ ഈ ഒരു പ്രശ്നം ഉയർന്നു വരുന്നത് അതിന്റെ സാധ്യതകൾക്ക് തടയിടും എന്ന ഒരു കാര്യം മുന്നിൽ കണ്ടുകൊണ്ടാണ് രാജീവ് ചന്ദ്രശേഖർ ഈ വിഷയത്തിൽ ഇടപെടുന്നതും കന്യാസ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കുന്നതും. ഒരു പ്രതിനിധി സംഘത്തെ അനൂപ് ആന്റണിയുടെ നേതൃത്വത്തിൽ ഛത്തീസ്ഗഡിലേക്ക് അയക്കുകയും ചെയ്തത്. ഇവർ ഈ കുറ്റം ചെയ്തിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നു. എന്നാൽ ഇത് മുഴുവൻ തള്ളിക്കളയുകയാണ് RSSും വിശ്വ ഹിന്ദു പരിഷത്തും ഹിന്ദു ഐക്യവേദിയും ചെയ്തിരിക്കുന്നത്. RSS നേതാവ് കെ ഗോവിന്ദൻകുട്ടി ഫേസ്ബുക്കിൽ രാജീവ് ചന്ദ്രശേഖറിന്റെ വീഡിയോയ്ക്ക് താഴെ തന്നെ ചില പരാമർശങ്ങൾ നടത്തിയിരിക്കുന്നു. പ്രീണനമല്ല പ്രവർത്തനമാണ് വേണ്ടതെന്ന ഉപദേശം നൽകിയിരിക്കുകയാണ്. എന്തിനാണ് കേരളത്തിലെ ബിജെപി ഇത്ര വേവലാതിപ്പെടുന്നത്? ഈ കാര്യങ്ങളിൽ എന്താണ് വേണ്ടതെന്ന് ഛത്തീസ്ഗഡ് സർക്കാർ നോക്കിക്കൊള്ളും എന്ന ഒരു കാര്യവും കൂടി ഈ ഫേസ്ബുക്ക് പോസ്റ്റിൽ വീഡിയോയ്ക്ക് താഴെ കമന്റായി RSS നേതാവ് കുറിക്കുന്നു. രാജീവ് ചന്ദ്രശേഖറിന്റെ നിലപാടിനെ പൂർണ്ണമായും തള്ളി ഹിന്ദു ഐക്യവേദി സംസ്ഥാന പ്രസിഡന്റ് RV ബാബുവും രംഗത്തു വന്നു. പല കാര്യങ്ങളിലും ബിജെപി നിലപാടുമായിട്ട് ബന്ധപ്പെട്ടു പോകുന്നതല്ലല്ലോ ഹിന്ദു ഐക്യവേദിയുടെ നിലപാട്. ഹിന്ദു ഐക്യവേദി വ്യത്യസ്തമായ ഒരു സംഘടനയാണ്, വ്യത്യസ്തമായ NDTയോടുകൂടി പ്രവർത്തിക്കുന്ന സംഘടനയാണ്. ബിജെപിയുടെ നിലപാട് അങ്ങനെ തന്നെ എല്ലാം ഹിന്ദു ഐക്യവേദി സബ്സ്ക്രൈബ് ചെയ്യുന്നൊന്നും ആരും വിചാരിക്കണ്ട. ഛത്തീസ്ഗഡിൽ നിലനിൽക്കുന്ന നിയമത്തിന് വിരുദ്ധമായി ഈ വിഷയത്തിൽ പെട്ടിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ ആ ആളുകൾ അവിടുത്തെ നിയമമനുസരിച്ച് അറസ്റ്റ് ചെയ്യപ്പെടുകയും അവിടുത്തെ നിയമമനുസരിച്ച് വിചാരണ നേരിടുകയും ചെയ്യണം. കേസന്വേഷണം പൂർത്തിയാകുന്നതിന് മുൻപേ ഈ ആരെയും കുറ്റവിമുക്തരാക്കാൻ ഒരു രാഷ്ട്രീയ നേതാക്കന്മാരെയും രാഷ്ട്രീയ പ്രസ്ഥാനത്തെയും ആർക്കും അംഗീകരിക്കാൻ സാധ്യമല്ല. അതിനാരെയും ചുമതലപ്പെടുത്തിയിട്ടുമില്ല. രാജീവ് ചന്ദ്രശേഖറിന് ഒരു ചുക്കും അറിയില്ല എന്നതായിരുന്നു വിശ്വ ഹിന്ദു പരിഷത്ത് സംസ്ഥാന പ്രസിഡന്റ് വിജി തമ്പിയുടെ പ്രതികരണം. ഒപ്പം ഈ പരിവാർ സംഘടനകളൊക്കെ ഒറ്റക്കെട്ടായി രംഗത്ത് വന്നതോടുകൂടി ബിജെപി ഈ വിഷയത്തിൽ സംസ്ഥാന നേതൃത്വം ഒരു മയപ്പെടുത്തൽ നടത്തിയിട്ടുണ്ട്. അവരുടെ മുൻ നിലപാട് തിരുത്തുന്ന സാഹചര്യവും ഉണ്ടായിട്ടുണ്ട്. രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞ മുൻ നിലപാട് മാറ്റി അനൂപ് ആന്റണി തന്നെ ഇന്ന് സംസാരിച്ചത് അതിനൊരു തെളിവായി. ആ വിഷയത്തിൽ കൃത്യമായി മുഖ്യമന്ത്രി പറഞ്ഞത് എൻ്റെ അടുത്ത്, ഈ വിഷയത്തിൽ ഞങ്ങളൊരു വളരെ ഡീറ്റെയിൽ ആയിട്ട് അന്വേഷണം നടത്തും. അന്വേഷണം കണ്ടെത്തിയിട്ട് അന്വേഷണം നടക്കുമ്പോൾ ഇവരുടെ ബെയിലും ഇവര് കുറ്റം ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതും തമ്മിൽ എന്താ പറയുന്നത്, രണ്ടും തമ്മിൽ വളരെ വ്യത്യസ്തമായ കാര്യങ്ങളാണ്. ഇവർ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അന്വേഷണത്തിൽ വരുമല്ലോ, അന്നേരം നമുക്കറിയാമല്ലോ. അതുകൊണ്ട് ഇവിടുത്തെ സർക്കാർ അന്വേഷിക്കട്ടെ. അത് കൃത്യമായിട്ട് മുഖ്യമന്ത്രി എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളിവിടെ വളരെ വിശദമായ അന്വേഷണം നടത്തും. അവർ ഏത് രീതിയിലുള്ള അന്വേഷിക്കാനും അതിന് എന്ത് പിന്തുണ കൊടുക്കാനും ഭാരതീയ ജനതാ പാർട്ടി തയ്യാറാണ്. ആ അന്വേഷണം വരുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ മതപരിവർത്തനം നടന്നിട്ടുണ്ടോ ഇല്ലയോ ഇതെല്ലാം കൃത്യമായിട്ട് അവരുടെ ഭാഗത്തുനിന്ന് വരട്ടെ. അത് നമുക്കാക്കാം. ക്രൈസ്തവ സഭകളുമായുള്ള ബിജെപിയുടെ ബന്ധം, അവരുടെ നിലപാടിലെ ഇരട്ടത്താപ്പ്, ഇത് മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ കീറിമുറിച്ച് പരിശോധിക്കുമ്പോൾ അതിനെതിരെ വിമർശനവുമായി രംഗത്ത് വരുമ്പോഴാണ് ഇങ്ങനെ ഒരു നിലപാട് മാറ്റം ബിജെപിയിൽ തന്നെ സംഭവിക്കുന്നത് എന്നത് കാണണം. എന്തായാലും രാജീവ് ചന്ദ്രശേഖർ ഒറ്റപ്പെടുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. നിലപാടിൽ നിന്ന് പിന്നോട്ട് പോകേണ്ടി വരുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെടുന്നു. ഈ അവസരത്തിൽ ഏറ്റവും ഒടുവിൽ വരുന്ന വിവരം പ്രധാനമന്ത്രിയുമായി രാജീവ് ചന്ദ്രശേഖർ കൂടിക്കാഴ്ച നടത്തിയ അല്പസമയം മുൻപ് എന്നതാണ്. ഒരു പക്ഷേ ഈ വിഷയത്തിൽ പ്രധാനമന്ത്രിയുടെ ഇടപെടൽ തേടി ണ്ടാകും. സംസ്ഥാനത്തെ സാഹചര്യം എന്താണ് എന്നത് രാജീവ് ചന്ദ്രശേഖർ ധരിപ്പിച്ചിട്ടുണ്ടാകും എന്നതാണ് കരുതുന്നത്. എന്തായാലും പരിവാർ സംഘടനകൾ ഒറ്റക്കെട്ടായി ഈ വിമർശനം തുടരുമ്പോൾ ബിജെപിക്ക് ഈ നിലയിൽ ഇനി മുന്നോട്ട് പോകാൻ കഴിയുമോ, കാര്യങ്ങൾ വിശദീകരിക്കാൻ കഴിയുമോ എന്നത് കാത്തിരുന്ന് തന്നെ കാണേണ്ടതാണ്. മറ്റ് ഒരു കാര്യം നോക്കിയാൽ ക്രൈസ്തവ സഭകൾ പരസ്യമായി തന്നെ ഇന്ന് ബിജെപിക്കെതിരെ പ്രത്യക്ഷ സമരത്തിൽ ഇറങ്ങുന്നതും കണ്ടതാണ്. കന്യാസ്ത്രീകളുടെ വിഷയത്തിൽ ഇനിയും അവർ ജയിലിൽ തുടരണമെന്ന ഒരു സാഹചര്യവും ഉടലെടുത്തിരിക്കുന്നു. ഛത്തീസ്ഗഡ് സർക്കാർ ഒരു തരത്തിലും പിന്നോട്ട് പോകുന്നില്ല. വളരെ വലിയ വകുപ്പുകൾ ചുമത്തി നിലപാട് കടുപ്പിച്ചുകൊണ്ടാണ് അവർ കോടതികളെ സമീപിക്കുന്നത്.